കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിനഭിഷേകം, വചനത്തിനഭിഷേകം, ആത്മസൗഖ്യത്തിനഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകും സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാ. അഭിഷേകം സാന്ത്വനാഭിഷേകം. യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പ്രിയപ്പെട്ടവരെ, ദൈവതിരുസന്നിധിയിലെ ആധ്യാത്മികമായ ആസ്തി അനുദിനം വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിയാം. അതിനാണ് ഒരു ദൈവതിരുസന്നിധി പിടിപാടുണ്ടെന്ന് പറയുന്നത്. ഇപ്പോൾ ഈശോയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ നന്ദി പറഞ്ഞുകൊണ്ടല്ലേ പ്രാർത്ഥിക്കണത്. പിതാവേ, അങ്ങ് എൻ്റെ പ്രാർത്ഥന കേട്ടതിന് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. അപ്പോൾ നമ്മുടെ സ്തുതിപ്പ്, യാചന, സമർപ്പണം അവസാനമല്ലേ നന്ദി പറയണേ. പക്ഷേ നന്ദി ആദ്യമേ തുടങ്ങും. അതങ്ങനെ നേരെ തിരിച്ചു വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശോയ്ക്ക് അപ്പായിലുള്ള ആത്മബന്ധുവാണ്, ഒരു പിടിപാടാണ്. ഇത് നമ്മൾക്കും അതുപോലെ ദൈവതിരുസന്നിധിയിൽ യാചനാ പ്രാർത്ഥനയ്ക്ക് പകരം നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ കഴിയും. ഇപ്പോൾ കല്യാണമായാലും കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥയായാലും സ്ഥലം വിൽക്കണ വിഷയമായാലും എന്ത് വിഷയമായാലും നമുക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റും. ഞാൻ ഈ കൗൺസിലിങ്ങിൻ്റെ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഒത്തിരിയേറെ പേര് സങ്കടത്തോടെ അവിടെ എക്സ്ട്രാ ഡ്യൂട്ടി പറയും. ഈ എക്സ്ട്രാ ഡ്യൂട്ടി പറയുമ്പോഴൊക്കെ വചനം കമഴ്ത്തി വെച്ച് നമ്മൾ വിശ്വാസപ്രമാണം ചൊല്ലി കർത്താവിൻ്റെ തിരുമനസ്സ് എന്താണെന്ന് നോക്കുമ്പോഴൊക്കെ പലപ്പോഴും എക്സ്ട്രാ ഡ്യൂട്ടി കടമ പോരാ, ദൈവം നൽകുന്നതായിട്ടാണ് വരുന്നത്. എന്താ കാര്യമാണത്? അതായത് ഈ മക്കൾ എന്ന രീതിയിൽ അവകാശികളും, പക്ഷേ ചില സമയത്ത് ദൈവതിരുസന്നിധിയിൽ എക്സ്ട്രാ ഡ്യൂട്ടി ചെയ്യുന്നവരുണ്ട്. എക്സ്ട്രാ ഡ്യൂട്ടി ചെയ്യുന്നവർ പരാതിയോട് ചെയ്യാം, പരിഭവത്തോട് ചെയ്യാം, ബൈബിളിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മുറുമുറുത്തോണ്ട് ചെയ്യാം. അങ്ങനെയല്ല, ചില ആൾക്കാർ മൗനമായിട്ട് ചെയ്യും. ഈ മൗനമായിട്ട് ചെയ്യണ ആൾക്കാരാണ് അതിൻ്റെ അകത്ത് തലപ്പെട്ട ആൾക്കാർ ഈശോയും അമ്മയും തന്നെയാണ്. ഈശോനെക്കുറിച്ച് 700 കൊല്ലം മുമ്പ് തന്നെ പറഞ്ഞ കർത്താവിൻ്റെ ദാസനാണ് അവൻ എന്ന് പറഞ്ഞു. കാര്യം എന്താ? അവൻ തർക്കിക്കുകയോ ബഹളം ഉണ്ടാക്കുകയില്ല, എക്സ്ട്രാ ഡ്യൂട്ടിയാണ് ചെയ്യണത്. പക്ഷേ തർക്കമില്ലാതെ ബഹളമില്ലാതെ ഐസയ 53:7 അനുസരിച്ചുകൊണ്ട് അവൻ തർക്കിക്കുകയോ ബഹളം വെക്കുകയില്ല. പരിശുദ്ധ അമ്മയിലേക്ക് വന്നപ്പോഴും അപ്പായുമായിട്ട് ആത്മബന്ധത്തിൽ വരുന്ന എല്ലാവർക്കും എക്സ്ട്രാ ഡ്യൂട്ടി കിട്ടും.
മക്കൾക്ക് അനുഗ്രഹങ്ങളാണ് കിട്ടണം പലപ്പോഴും. അതായത് ഇപ്പോൾ അമ്മയോട് തന്നെ പരിശുദ്ധാത്മാവ് പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരുമെന്ന് അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ എന്താ പറഞ്ഞത്? പരിശുദ്ധാത്മാവ് വരുമെന്ന് ഇതെങ്ങനെ സംഭവിക്കും? എനിക്ക് ഇതിനെ ഞാനെങ്ങനെ ഈ വലിയ ഉത്തരവാദിത്തങ്ങളും ഭാരവും ഏറ്റെടുക്കുമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ്, നീ ഒറ്റക്കെടുക്കേണ്ട കാര്യമില്ല, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, എല്ലാ കാര്യങ്ങൾക്കും നിന്നെ സഹായിക്കും എന്ന് പറഞ്ഞപ്പോൾ അമ്മ എന്താ പറഞ്ഞത്? അമ്മ പറഞ്ഞതല്ല, ആത്മാവിൻ്റെ നിറവ്. എലിസബത്ത് പറഞ്ഞില്ലേ, എൻ്റെ കർത്താവിൻ്റെ അമ്മയെന്ന് പരിശുദ്ധാത്മാവ് നിറഞ്ഞു പറഞ്ഞില്ലേ? എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്നെ കാണാൻ എനിക്കെങ്ങനെ യോഗ്യതയെന്ന് എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞു പറഞ്ഞതുപോലെ തന്നെയാണ് പരിശുദ്ധ അമ്മയും പരിശുദ്ധാത്മാവ് നിറഞ്ഞു പറഞ്ഞത്. എന്താ പറഞ്ഞത്? ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞത്. കർത്താവിൻ്റെ ദാസി, അങ്ങടെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ എന്ന്. അപ്പോൾ കർത്താവിൻ്റെ ദാസി ആയപ്പോൾ എക്സ്ട്രാ ഡ്യൂട്ടി വന്നു. വീട്ടിൽ കിടന്ന് പ്രസവിക്കാൻ പറ്റിയില്ല. പൂർണ്ണഗർഭിണിയായപ്പോൾ തന്നെ നാട് വിട്ടു പോകേണ്ടി വന്നു. ഓരോ വീടുകളിലും കയറി ഇറങ്ങി ചോദിച്ചിട്ടും ആരും ഒരു അഭയം കൊടുത്തില്ല. വഴിയരികെ പ്രസവിക്കേണ്ടി വന്നു. എക്സ്ട്രാ ഡ്യൂട്ടി വന്നു. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴും അമ്മ പക്ഷേ ഒരു അക്ഷരം മിണ്ടത്തില്ല. ഈശോൻ്റെ അതേ പകർപ്പ് തന്നെയാണ്. എന്താണ്? എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു അതേക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്നെന്ന് പറഞ്ഞാൽ അവൾ അപ്പോഴും ദാസിയായി നിന്നുവെന്ന് എൻ്റെ അർത്ഥം. എൻ്റെ ദൈവത്തിലെ എന്തെങ്കിലും വിഷയങ്ങൾ സ്വാഭാവികമായി നമ്മൾ ചെയ്യുന്നതിനേക്കാൾ അമിതമായി ചെയ്യേണ്ടി വന്നാൽ, പെറുപെറുപ്പില്ലാതെ ചെയ്യാൻ കഴിഞ്ഞാൽ നമ്മളും ദൈവത്തിൻ്റെ ദാസനാകും, അല്ലെങ്കിൽ ദാസിയാകും. ഞാൻ ചില സമയത്തൊക്കെ ഓർക്കുക, അമ്മ മാതാവിനെ ഞാൻ നേരെ കണ്ട ആളാണ്, ഒറ്റ മീറ്ററിൻ്റെ അടുത്ത് കണ്ട ആളാണ്. ഞാൻ ചില സമയത്ത് ഓർക്കും, എന്ത് യോഗ്യതയാണ് അമ്മയെ കാണാനുണ്ടായതെന്ന്. പക്ഷേ ഞാൻ പറയുന്നൊരു യോഗ്യത നിങ്ങൾക്ക് യോഗ്യതയാണ് തോന്നണമെന്നില്ല. എങ്കിലും ഞാൻ ഈ ജനത്തിൻ്റെ കാര്യത്തിൽ വളരെ ആദ്യകാലം പോലെ അമ്മയെ കാണുന്ന മുമ്പും കൃപാസനം ധ്യാനകേന്ദ്രം തുടങ്ങുന്ന മുമ്പും ജനത്തിൻ്റെ കാര്യത്തിൽ ദൈവത്തിൻ്റെ നാമത്തിൽ തീക്ഷ്ണതയുള്ള ആളായിരുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കടലൊക്കെ കയറുമ്പോൾ ഞാൻ കടലോരത്തുള്ള ഇടവകയിലാണ് ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പോവുകയും ഉടനെ ക്യാമ്പ് തുടങ്ങുകയും ചെയ്യും. ഒരു പ്രാവശ്യം ഞാൻ ക്യാമ്പ് തുടങ്ങാൻ വേണ്ടി കഞ്ഞിവെപ്പ് തുടങ്ങി ആൾക്കാർക്ക് വീട് നഷ്ടപ്പെട്ട ആൾക്കാർക്ക് നമ്മൾ വേറെ ക്യാമ്പ് തുടങ്ങി വില്ലേജ് ഓഫീസർക്ക് വരുന്നതിന് മുമ്പ് തന്നെ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. കാര്യം വില്ലേജ് ഓഫീസർ വന്നിട്ട് ആഹാരം കഴിച്ചാൽ മതി പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ അരി സംഘടിപ്പിച്ചു, അവന് വിറക് സംഘടിപ്പിച്ചു. ഞാൻ ഒരു ദിവസം വിറക് എൻ്റെ കൂടെ പലർക്കും പല സ്ഥലങ്ങളിലേക്ക് ഒരു സഹപ്രവർത്തകർ വിട്ടെങ്കിലും വിറക് എടുക്കാൻ ആരെയും വിട്ടില്ല. അതുകൊണ്ട് ഞാൻ തന്നെ വിറക് എടുത്തുകൊണ്ട് വന്നൊരു സമയമുണ്ട്. പക്ഷേ വിറക് കൊണ്ടുവന്ന് ഇട്ട് കൊടുത്തപ്പോൾ ഞാൻ എൻ്റെ ആരോഗ്യത്തിന് പറ്റുന്ന രീതിയിലല്ലായിരുന്നു വിറകിൻ്റെ ഭാരം. പക്ഷെ അതല്ല, എൻ്റെ ലോഹം മുഴുവനും അഴുക്കായിപ്പോയായിരുന്നു. റബ്ബർ വിറകിൻ്റെ കറയും അഴുക്കും കീലൊക്കെ പിടിച്ച് അത് പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷേ എൻ്റെ മനസ്സിൽ തോന്നി ഉടുപ്പ് ചേഞ്ച് ചെയ്യാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ടെന്ന്. ഞാൻ പിന്നെ ഇനിയും ഇതുപോലെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടായ വെള്ളലോഹം കൊണ്ട് ജീവിക്കാൻ പറ്റത്തില്ല. ഞാൻ അന്ന് ചേഞ്ച് ചെയ്ത ആ ഉടുപ്പ് 88 മറ്റേ. പക്ഷെ പിന്നീട് മനസ്സിലായി കർത്താവ് ചേഞ്ച് ചെയ്യിച്ചതാണെന്ന്. നമ്മൾ എന്തെങ്കിലും കാര്യം പിന്നീട് വന്ന മിഷൻസ് എല്ലാം മിഷൻ തന്നെ ചേഞ്ച് ചെയ്തു പോയി. ഞാൻ ജസ്റ്റ് ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ചെയ്യുന്ന ഓരോ ജോലിയും വളരെ സൂക്ഷ്മതയോടെ ദൈവം നിരീക്ഷിക്കുന്നു എന്നുള്ളത് സത്യമായ കാര്യമാണ്. ചിലപ്പോൾ 5 കൊല്ലം 6 കൊല്ലമൊക്കെ സ്വന്തം അമ്മായിയമ്മമാരെയൊക്കെ കിടക്കയിൽ അവരുടെ മലമൂത്രങ്ങളൊക്കെ എടുത്ത് അവരെ ശുശ്രൂഷിക്കുന്ന അമ്മമാരുണ്ട്, അല്ലെങ്കിൽ മരുമക്കളുണ്ട്. അവരൊക്കെ അത് ചെയ്യുമ്പോൾ ഇതെങ്ങാനും ഇവർ ചത്താ മതിയെന്ന് നമ്മൾ ചിന്തിച്ച് പോയാൽ അപ്പോൾ തന്നെ നമ്മൾ പിശാചിൻ്റെ സന്തതിയാകും. പക്ഷേ ദൈവമേ, എനിക്ക് ശക്തി തരണമേ, എന്നെ അങ്ങയുടെ ദാസിയാക്കണമേ, എന്നെ അങ്ങയുടെ ദാസനാക്കണമേ. ചിലപ്പോൾ സ്വന്തം മക്കൾ പോലും തിരിഞ്ഞ് നോക്കത്തില്ലായിരിക്കും. ഒരു മരുമകളായിരിക്കും ചിലപ്പോൾ തിരിഞ്ഞ് നോക്കണത്. അവർക്ക് അതിനുള്ള മനസ്സുണ്ട്, കൃപയുണ്ട്. അങ്ങനെ വളർന്നു വരുമ്പോൾ ദൈവത്തിൽ നിന്ന് നമ്മൾ ആസ്തി മേടിച്ചാൽ എനിക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് മരിക്കാൻ പോലും. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നിത്യതയിൽ ചെന്നാലും കർത്താവിൻ്റെ ഈ ആർജിച്ചെടുത്തുള്ള ആസ്തികൾ നമ്മൾ വലിയ മഹാ തേജസ്സോടെ കർത്താവിനെ അറിഞ്ഞനുഭവിച്ച് സന്തോഷിച്ച് നിത്യത ആഘോഷിക്കാൻ പറ്റും. ദാസനായി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന നിത്യതയുടെ ആഘോഷമാണ് ദാസൻ്റെയും ദാസിയുടെയും ഏറ്റവും വലിയ കാര്യം. ഈശോ പറഞ്ഞില്ലേ, ഞാൻ ചില കാര്യങ്ങൾ ഇപ്പം ദൈവം ചെയ്യണത് നമുക്ക് മനസ്സിലാവത്തില്ല. 10 ദിവസത്തിൻ്റെ കാല് കഴുകാൻ നേരത്ത് അതല്ലേ പറഞ്ഞത്, ഞാൻ ചെയ്തത് എന്താണെന്ന് എനിക്ക് ഇപ്പം മനസ്സിലാവത്തില്ല, പിന്നീട് മനസ്സിലാവും. ഈശോയുമായിട്ട് എല്ലാ കാര്യവും യോഹന്നാൻ 13:7 അനുസരിച്ച് കൊണ്ട് പിന്നീട് മനസ്സിലാകണ കുറേ കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് എക്സ്ട്രാ ഡ്യൂട്ടി, ഹെവി ഡ്യൂട്ടി,
മറ്റുള്ള ചെയ്തതിനേക്കാൾ അമിത ഭാരം, അമിത ഉത്തരവാദിത്വം, അത് അമിത ഉത്തരവാദിത്വം എടുത്ത ആളാണ് അമ്മ, അമിത ഉത്തരവാദിത്വം എടുത്ത ആളാണ് ഈശോ. അവരെല്ലാം ഇന്ന് മഹത്വകിരീടം ചൂടിയിരിക്കുന്നത് ഈ അമിത ഉത്തരവാദിത്തത്തിൻ്റെ പേരിൽ ദാസനെന്ന രീതിയിൽ അവർക്ക് നിർത്താത്ത വലിയ കൃപയിൽ അഭിഷേകം ചെയ്ത പോലെ അവരുടെ നാമത്തിൽ സഹിക്കുമ്പോഴും അവരുടെ നാമത്തിൽ ശുശ്രൂഷിക്കുമ്പോഴും ദൈവവും നമ്മളെയും അതേ കൃപയെ പങ്കാളികളാക്കട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. പ്രിയമുള്ളവരെ, നമ്മൾ കേട്ട വചനങ്ങളുടെ അന്തരാർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് കർത്താവിന് നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് സ്തുതിക്കാം. സ്തുതിയുടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ, ശക്തമായിട്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തെ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇപ്പോൾ വിദൂരങ്ങളിലായിരുന്നു കൊണ്ട് കൃപാസനം സാന്ത്വനാഭിഷേക ശുശ്രൂഷയിൽ പങ്കുചേരുന്ന ഓരോ മകൻ്റെയും മകളുടെയും ജീവിത നിയോഗങ്ങൾ, അവരുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ, അവരുടെ ജീവിത ദുരിതങ്ങൾ, അവരുടെ കടഭാരങ്ങൾ, സന്താനമില്ലാത്ത അവസ്ഥകൾ, കർത്താവേ, ജീവിത പരാജയങ്ങളിൽ അനുഗ്രഹം അഭിഷേകം വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയുടെ സാന്നിധ്യം നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, അവിടുത്തെ അനുഗ്രഹം വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയേ, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. കർത്താവേ, അവിടുത്തെ സ്നേഹം കുരിശിൽ കാണാൻ കൃപ ചൊരിയണമേ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥന്. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥന്. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥന്. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥന്. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥന്. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥന്. ദുരിതങ്ങളെ, ഞങ്ങളുടെ വിഷമതകളെ, ഞങ്ങളുടെ പ്രയാസങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, യേശുവേ സ്തുതിക്കട്ടെ, ശക്തമായി സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, 59:1 പ്രാർത്ഥിക്കുന്ന കർത്താവേ, രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിന്റെ കരം കുറുകിയിട്ടില്ല എന്ന്, കേൾക്കാൻ കഴിയാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്ദ്യം ഭവിച്ചില്ല എന്ന്, കർത്താവായ ദൈവമേ, തോൽവിന്റെ പുണ്യ പുലരിയിൽ കർത്താവേ അഭിഷേകവും ശക്തി നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ പീഡാസഹനത്തിന്റെ മുദ്രകൾ പതിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ധീരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കും. പ്രിയപ്പെട്ടവരെ, ഓരോ സാക്ഷ്യവും ദൈവത്തിൻ്റെ ശക്തിയാൽ നമ്മൾ നിറയ്ക്കുകയും ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മൾക്ക് ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്ന ഈ ബോധ്യമാണ് നമ്മളെയും സാക്ഷിയാക്കി മാറ്റുന്നത്. നമുക്ക് സാക്ഷ്യം ശ്രമിക്കാം.
എൻ്റെ പേര് ഗീതു, എൻ്റെ ഭർത്താവിൻ്റെ പേര് അനിൽ. ഞങ്ങൾ ചെല്ലാനത്ത് നിന്ന് വരുവാണ്. ഇത് ഞങ്ങളുടെ മോനാണ്, ഇമ്മാനുവൽ ബെൻ ആൻ്റണി. മോനെ സുഖമില്ലാതിരുന്നു 3 മാസമായപ്പോഴേക്കും സ്കാനിങ്ങിലാണ് മോൻ്റെ തല തൊട്ട് ഉപ്പൂറ്റ് വരെ നീർക്കെട്ട് വെള്ളം കെട്ടിക്കിടക്കുവാണെന്ന് പറഞ്ഞത്. 6 ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടും മോനെ കിട്ടൂല എന്നാണ് പറഞ്ഞത്. കിട്ടിയാലും 1.5 മണിക്കൂറിൻ്റെ അപ്പുറത്തേക്ക് ജീവൻ നിലനിർത്താൻ പറ്റില്ലെന്നാണ് പറഞ്ഞത്. പിന്നെ ഞങ്ങൾ ഇവിടെ വന്ന് അച്ഛനെ കണ്ടപ്പോഴേക്കും അച്ഛൻ പറഞ്ഞു, നിനക്കും കുഞ്ഞിനും ഒരു കുഴപ്പവും ഉണ്ടാവില്ല, നീ ധൈര്യമായിട്ട് പോയിക്കോളാൻ പറഞ്ഞു. ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ കാണിച്ചപ്പോഴേക്കും അവിടെ നിന്നും പറഞ്ഞത് 2 പേരെയും കിട്ടാനുള്ള ചാൻസ് 99% ഇല്ലെന്നാണ്. ഒന്നെങ്കിൽ യൂട്രസ് എടുത്ത് കളയേണ്ടി വരും, അല്ലെങ്കിൽ കുഞ്ഞ് മരിച്ചു പോകുമെന്നാണ് പറഞ്ഞത്. ഡെലിവറിക്ക് 3 ദിവസം മുന്നേയുള്ള MRI സ്കാനിങ്ങിൽ കാണിച്ചത് മോൻ്റെ തല ഭയങ്കര വലുതാണ്, കൈമുട്ടും കാൽമുട്ടും ഒന്നും ഇല്ല എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ മോൻ ജനിച്ചപ്പോഴേക്കും മോന് ഒരു കുഴപ്പമില്ല, വയറ്റിൽ കുറച്ച് നീർക്കെട്ട് വെള്ളം മാത്രമേ കെട്ടിക്കിടക്കുന്നു എന്നാണ് പറഞ്ഞത്. അത് വലുതാകുന്നതനുസരിച്ച് അത് താനേ പോയിക്കോളും എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ മോന് ഒരു കുഴപ്പമില്ല. ഇത്രയും വലിയ അനുഗ്രഹം തന്ന മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി. പ്രിയപ്പെട്ടവരെ, ഈ സാക്ഷ്യ ഹൃദയം സൂക്ഷിച്ചുകൊണ്ട് നമ്മൾ ആരാധനയ്ക്ക് പ്രവേശിക്കുന്നത്, കർത്താവേ, എന്നെയും നീ ഇതുപോലെ വലിയ സാക്ഷിയാക്കി മാറ്റണം. സാക്ഷ്യം പറയാൻ വേണ്ടി മാത്രമല്ല, സാക്ഷ്യം ജീവിക്കാനും സുവിശേഷമാകാനും സുവിശേഷവേകാനും നിന്നെ മഹത്വപ്പെടുത്തുവാനും എൻ്റെ ഉപകരണമാക്കുന്ന പ്രാർത്ഥനയോടുകൂടി നമുക്ക് ആരാധനയിലെ ശിരസ്സ് നമിക്കാം. ആരാധനയ്ക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ, ആരാധനയ്ക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ, അങ്ങേ സന്നിധിയിൽ അർപ്പിക്കും നീ കാഴ്ചകൾ, അങ്ങേ സന്നിധിയിൽ അർപ്പിക്കും നീ കാഴ്ചകൾ, അവിരാമം ഞങ്ങൾ പാടാം. ആരാധന ആരാധന നാഥാ, ആരാധന 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 നാഥാ, ആരാധന. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശക്തമായി സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, സങ്കീർത്തനം 34 പ്രാർത്ഥിക്കുന്ന ദൈവമേ, കർത്താവെ, അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായല്ലോ. കർത്താവെ, അവിടുത്തെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യണമേ. കർത്താവായ ദൈവം, അങ്ങയുടെ തിരുസന്നിധിയിൽ മനമുയർത്തി സ്വരമുയർത്തി പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളിലേക്കും ലോകത്തിന്റെ പ്രകാശമായ കർത്താവെ, അനുഗ്രഹ അഭിഷേകം ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് കർത്താവേ, അങ്ങയുടെ അമ്മ ചെയ്തതുപോലെ ദൈവത്തിൻ്റെ ദാസനും ദാസിക്കും അടുത്ത വിധം കുടുംബത്തിലെ, ജീവിതത്തിലെ, തൊഴിൽ രംഗങ്ങളിലെ, പഠനരംഗങ്ങളിലൊക്കെ അമിതമായ അധ്വാനം ചെയ്യുന്നവരുണ്ട്. ചിലർ ഗതിഗതി കൊണ്ട് സഹിക്കുന്നുണ്ട്, ചിലർ അങ്ങയുടെ നാമത്തിൽ അത് ഏറ്റെടുക്കുന്നുണ്ട്. കർത്താവ്, മാറ്റാനാവാത്ത അത്തരമുള്ള ഉത്തരവാദിത്തങ്ങൾ ലോകത്തോടും കുടുംബത്തോടും സഹോദരങ്ങളോടുള്ള സ്നേഹത്തെ പ്രതി സ്വയം ഏറ്റെടുത്തിരിക്കുന്ന ദൈവത്തിൻ്റെ ദാസന്മാരുടെ മേൽ ഈ നിമിഷം അങ്ങയുടെ കൃപ ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അവരറിഞ്ഞ് കർത്താവ് അവരന്ന് അങ്ങയുടെ നാമത്തിൽ അത് ഏറ്റെടുക്കുമ്പോൾ
അമിതമായ ഉത്തരവാദിത്തത്തിൻ്റെ ഭാരങ്ങൾ അവർ ഏറ്റെടുക്കുമ്പോൾ കർത്താവെ നിൻ്റെ നാമത്തിൽ പ്രതി കുരിശ് വഹിക്കുകയാണെന്ന് ഓർക്കുമ്പോൾ ആ കുരിശിലൂടെ നീ ആർജിച്ച പിതാവിൻ്റെ സ്നേഹത്തിൻ്റെ ശക്തി അവരിലേക്ക് ആവസിക്കാൻ വേണ്ടി സ്തുതിക്കണം. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നു കർത്താവേ, കർത്താവേ അധിഗമിക്കാൻ ആഗ്രഹിക്കുന്നവർ ജീവിത ഭാരങ്ങൾ, ജീവിത സങ്കടങ്ങൾ, ജീവിത കുരിശുകൾ അധിഗമിക്കാൻ പറഞ്ഞ ദൈവമേ ഞങ്ങളെ ആരാധിക്കുന്നു. ആരാധന ആരാധന ആരാധന. പ്രിയപ്പെട്ടവരെ, ശുശ്രൂഷ തുടങ്ങി 2 പ്രാവശ്യം ജപമാല ഈശോ ദർശനമായി കാണിച്ചിട്ടുണ്ട്. എനിക്ക് ഒരു ആത്മീയ നിർദ്ദേശം നൽകാനുള്ളത്, നിങ്ങൾ ശുശ്രൂഷ പങ്കെടുക്കുന്നവർ, ഇപ്പോഴും പങ്കെടുക്കുന്നവരായാലും എപ്പോഴും ഈ ശുശ്രൂഷ പങ്കെടുക്കുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ട് പങ്കെടുത്താൽ നിങ്ങൾക്ക് കൂടുതൽ അഭിഷേകം ലഭിക്കുമെന്നുള്ള സൂചനയാണ് ഈ ദർശനത്തിലൂടെ വെളിവാകുന്നത്. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം. അല്ലാത്തവർ എന്താണ് നിങ്ങൾക്ക് വഴങ്ങുന്ന പ്രാർത്ഥന, അതനുസരിച്ച് നിങ്ങൾക്ക് പ്രാർത്ഥനയോടുകൂടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാം. കർത്താവേ, അങ്ങനെയുള്ള വലിയ ആത്മീയ നിർദ്ദേശങ്ങൾ നീ വെളിപ്പെടുത്തിയൊരു നന്ദി പറയുന്ന ഈശോയെ. നല്ലവനായ ഈശോയെ, നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അനേകം ദാസന്മാരും ദാസിമാരും പലരും ചതിക്കപ്പെട്ടുവെന്ന് ധരിച്ചു, ചിലർ ഒഴിവാക്കിയെന്ന് ധരിച്ചുമൊക്കെ കർത്താവെ മറ്റുള്ളവരുടെ ഉത്തരവാദിത്തങ്ങൾ വന്ന് ചുമലിൽ വന്ന് വീണ് പോയവർക്ക് മാറ്റാൻ പറ്റാതിരിക്കുന്ന ആൾക്കാരുണ്ട് ഈശോയെ. അവർ മനസ്സില്ല മനസ്സോട് നിൻ്റെ കുരിശ് ശമയോൻ എടുത്ത പോലെ നിവൃത്തിയില്ലാണ്ട് എടുക്കുന്നവരും സമ്മർദ്ദത്തിൽ വഴങ്ങിയെടുക്കുന്നവരുണ്ട് ഈശോയെ. അത് സന്തോഷത്തോടെയും സ്നേഹത്തോടെയും എടുക്കാനുള്ള ഒരു സുവിശേഷ മനസ്സ് കർത്താവ് ഈ ആരാധനയോട് അവർക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവരെയും നിൻ്റെ ദാസനായി ദാസിക്കടുത്ത് ആത്മശക്തിയാൽ അഭിഷേകം ചെയ്യുന്ന പ്രാർത്ഥിച്ചു. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ ജപമാല ചൊല്ലി കർത്താവേ ശുശ്രൂഷ ഒരുക്കത്തോട് പങ്കുചേരാൻ ഹൃദയപരവാർത്തയോട് തന്നെ തേടുന്നവർക്ക് ദൈവം സമീപസ്ഥരാണല്ലോ. ഹല്ലേലൂയ നല്ലവനായ സുവിശേഷത്തിലെ വിശുദ്ധ ഗ്രന്ഥത്തിലെ മോശ നിന്റെ ദാസനായിരുന്നു. മോശ ഒരേ സമയം നിന്നെയും സ്നേഹിച്ചു, നീ ഏൽപ്പിച്ച ജനങ്ങളെയും സ്നേഹിച്ചു. മോശ ഒരേ സമയം നിന്നെയും സ്നേഹിച്ചു, നീ ഏൽപ്പിച്ച ജനങ്ങളെയും സ്നേഹിക്കുകയും ജനങ്ങൾക്ക് വേണ്ടിയും ഭാരമെടുത്തു, നിനക്ക് വേണ്ടിയും ഭാരമെടുത്തു. മാസൂസിനോട് പരിശുദ്ധാത്മാ പറഞ്ഞു, നിനക്ക് ഉള്ള ഓഹരി ഇപ്പം റീഫണ്ട് ചെയ്യത്തില്ല. നിനക്കുള്ള ഓഹരി കർത്താവിൻ്റെ നാമത്തിലും കർത്താവിൻ്റെ പുസ്തകത്തിലുള്ള നിൻ്റെ പേര് മാത്രമാണെന്ന്. അത് നിത്യത വരെ ഉണ്ട്, അത് ആർക്കും മായ്ച്ചു കളയാൻ പറ്റത്തില്ല. നീ കർത്താവിന് വേണ്ടി സഹിക്കുന്ന കൊണ്ടും കർത്താവേൽപ്പം ജനത്തിന് വേണ്ടി സഹിക്കുന്നത് കൊണ്ടും കർത്താവിൻ്റെ ദാസനായി കർത്താവിൻ്റെ ഹൃദയത്തിൽ നിൻ്റെ പേരെഴുതി വെച്ചിരിക്കണം. പക്ഷേ മോസസ് പറഞ്ഞു, ഒരു പ്രത്യേക നിർണായകമായ ഘട്ടത്തിൽ മോസസ് പറഞ്ഞു, കർത്താവേ, ഇത്രയും നാളും ഞാൻ നിനക്ക് വേണ്ടി ചെയ്തു, ഉഴിയാ വേലകൾ ചെയ്തു, നിന്റെ ജനത്തിന് വേണ്ടി ചെയ്തു. ഇപ്പോഴും ജനം വീണ്ടും വിഷമത്തിലാണ്. അവർ മരിക്കാതെ മരിക്കുന്നു, സഹിക്കാതെ സഹിക്കുന്നു. ആകപ്പാടെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ. എന്തെങ്കിലും മേന്മ, എന്തെങ്കിലും യോഗ്യത നിൻ്റെ കയ്യിലുണ്ടെങ്കിൽ, എന്നെ ദാസനാക്കുന്ന ദൈവത്തിൻ്റെ കൃപയുണ്ടെങ്കിൽ അത് നീ മായ്ച്ചു കളഞ്ഞു കർത്താവേ, എൻ്റെ ജനത്തിനെ സഹായിക്കാതെ നിവൃത്തിയില്ലെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ അവനെ ദാസം പദവി ദൈവത്തിൻ്റെ തിരുസന് ഏറ്റവും വലിയ യോഗ്യതയായി ജനത്തെ ദൈവം ദുഷ്ടാട്ടിക്കാരും മൽപ്പിടുത്തക്കാരും മത്സരബുദ്ധിയുള്ളവരും കരുണ അർഹിക്കാത്ത ജനങ്ങൾക്ക് പോലും കരുണ കൊടുത്തത് മോസസിൻ്റെ ദാസൻ എന്ന യോഗ്യത കൊണ്ടാണ് കർത്താവേ. അതുപോലെ യോഗ്യത പ്രാപിച്ച മക്കളെ കർത്താവെ നിൻ്റെ തിരുസന്നിധിയിൽ വേവലാതി കൊള്ളുന്നുണ്ട് ഈശോയെ. ജീവിതത്തിൽ അവർ തോറ്റുപോണ പോലെ തോന്നുന്നുണ്ട് കർത്താവെ.
പല കാര്യങ്ങളും പരാധീനത നിന്നെ വിശ്വസിച്ച് സ്നേഹിച്ചിട്ടും കർത്താവ് മറ്റു മനുഷ്യരിൽ കിഴിഞ്ഞു പോണവരുണ്ടും താഴ്ന്നു പോണവരുണ്ടും എന്തിനു വിശ്വസിച്ചിട്ട് എൻ്റെ കർത്താവ് എന്നെ കണ്ടില്ലല്ലെന്ന് വിചാരിച്ചുകൊണ്ട് വേദനിക്കുന്നവരുണ്ട്. അവർക്കെല്ലാം ആത്മശക്തിയായി മോസസിൻ്റെ പ്രാർത്ഥന കേട്ട് ഇസ്രായേൽ ജനത്തിൽ നിന്ന് വിടുവിച്ചതും ശക്തിപ്പെടുത്തിയത് പോയ കർത്താവ് ജനങ്ങളെ ശക്തിപ്പെടുത്തണമേ, ദാസന്മാരെ ശക്തിപ്പെടുത്തണമേ, ദാസിമാരെ ശക്തിപ്പെടുത്തണമേ. ദൈവമേ, മോശയ്ക്ക് ശക്തി പകർന്ന ദൈവമേ, ഞങ്ങളങ്ങേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പോസ്തലന്മാർക്ക് ശക്തി പകർന്ന ദൈവമേ, ഞങ്ങളങ്ങേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രവാചകന്മാരെ ശക്തിപ്പെടുത്തിയ ദൈവമേ, ഞങ്ങളങ്ങേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ വീശി ആരാധിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ ആരാധന. ദൈവത്തിൻ്റെ ദാസിയെ പോലെ, ദൈവത്തിൻ്റെ ദാസനെ പോലെ സകലങ്ങൾ നിശബ്ദരായി നിന്നുകൊണ്ട് കർത്താവിൻ്റെ ആശീർവാദം മേടിക്കാം. ഈ സമയത്ത് ദൈവം നിന്നെ ശക്തിപ്പെടുത്തുന്ന ഈശോ നമ്മളെ ആശീർവദിക്കാൻ പോവുകയാണ്. ഈശോയോട് പറയുക, കർത്താവേ, ജീവിതത്തിൻ്റെ വൈവിധ്യമാർന്ന പ്രതിസന്ധികളിൽ, ജീവിത ദുരിതങ്ങളുടെയും പ്രതിസന്ധികളുടെ നടുവിൽ പരിശുദ്ധ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് ദൈവഹിതം നിറവേറ്റിയതുപോലെ കുടുംബത്തിലും സമൂഹത്തിലും ഇടവക ജീവിതത്തിലും വിശ്വാസ ജീവിതത്തിലും ഒന്നിനു പുറകെ ഒന്നായി പ്രതിസന്ധികളും സങ്കടങ്ങളും വേട്ടയാടുമ്പോൾ ഞാൻ കർത്താവിൻ്റെ ദാസനാണ്, ദാസി എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവെ അങ്ങിൽ അഭയം പ്രാപിക്കാൻ, അങ്ങേ ആരാധിക്കാൻ, അങ്ങേ സ്തുതിക്കാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ, അതിശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഇതാ കർത്താവിന്റെ ശക്തങ്ങളിലേക്ക് നിറയുന്നു. ഒരു കർത്താവെ, അവിടുത്തെ ആത്മാവിന്റെ ശക്തി അങ്ങേ ദാസിമാരിലേക്കും കർത്താവെ ദാസികളിലേക്കും ദൈവത്തിന്റെ കൃപ ചൊരിയട്ടെ. കർത്താവായ ദൈവമേ, മാരകമായ രോഗങ്ങൾ അടിമപ്പെട്ടവരെ, തൈറോയ്ഡ് രോഗികള്, ക്യാൻസർ രോഗികള്, ഷുഗർ രോഗികള്, പ്രഷർ രോഗികളെ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കിഡ്നി രോഗികളെ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വരുമാന മാർഗം തടഞ്ഞു പോയവരെ കർത്താവെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കര, കടൽ, കായൽ മാർഗങ്ങളില് ജോലി ചെയ്യുന്ന മക്കളെ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭവനമില്ലാത്തവരെ ആശീർവദിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശിരസ് നമിച്ചുകൊണ്ട് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക്